അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴുപ്പ് കൂടിയ പഴം ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ പഴുപ്പ് കൂടിക്കഴിഞ്ഞാൽ ഒഴിവാക്കും. അപ്പോൾ അത് വിറ്റൊരു സ്നാക്സ് ഉണ്ടാക്കില്ല എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോയിട്ട് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിട്ട് പോകാം. ഞാനിതവിടെ നല്ല പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. 4 പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ പഴം പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിന്നാൻ എല്ലാവർക്കും മടിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലൊരു സ്നാക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഇത് നല്ല പഴുത്ത പഴമാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് 4 പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നാൽ നല്ല വലിയതും ആവേണ്ട, എന്നാൽ പറ്റ ചെറുതും ആവേണ്ട, വല്ലാണ്ട് വെന്തും അടയാത്ത രീതിയിലുള്ള ഒരു കഷ്ണമാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ കഷ്ണങ്ങളാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുട്ട വേണം. അപ്പോൾ ഞാനിത് 4 കോഴിൻ്റെ മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് അടുപ്പത്ത് വെക്കണം. ഞാൻ ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെയ്യാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനിതാ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കുകയാണ്. ഇതാ അണ്ടിപ്പരിപ്പ് നല്ല ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് മുന്തിരിയും കൂടി ഒന്ന് വറുത്ത് കോരി മാറ്റാം. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമ്മൾ പഴം വാട്ടിയെടുക്കുന്നത് ഈ നെയ്യിൽ തന്നെയാണ്. ഇനി ഇത് നല്ല ഒന്നങ്ങണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വല്ലാണ്ട് ഇളക്കിയിട്ട് ഇങ്ങണ്ട് വെന്തോ അടയരുത് കേട്ടോ. ഇനി ലേശം മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുട്ടയിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. ഇൻഗ്രീഡിയൻസ് കുറച്ച് ഇട്ട് കൊടുക്കണം നമുക്കതിലേക്ക്. അപ്പോൾ മുട്ട നല്ല ഒന്നങ്ങണ്ട് മിക്സ് ചെയ്തതിന് ശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതാ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറേശ്ശായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഞാനിത് ഇതിൽ ഇളക്കാൻ പറ്റണില്ല, അപ്പോൾ ഞാൻ മിക്സിക്ക് മാറ്റി കൊടുത്ത് ഈ മിക്സി ജാറിട്ടൊന്നൊക്കെ നമുക്ക് അടിച്ചെടുക്കണം. ഞാനിതാ മുട്ടൻ്റെ ആ ചുവക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വാനിലിൻ്റെ എസെൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അങ്ങോട്ട് അടിച്ചെടുക്കണം. ഇനി ഇതാ നമ്മുടെ ബാറ്റർ ഞാൻ പഴത്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യണേ. നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. ഇനി ഇതാ ഒരു ഹാഫ് വേവ് ആവണ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. ഇതൊരു ഹെൽത്തി ഫുഡും കൂടിയാണ് കേട്ടോ.
ഈ പഴമൊക്കെ മക്കൾ കഴിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കൾ പഴം കഴിക്കും. അതേപോലെ സ്കൂൾക്ക് സ്നാക്സിൻ്റെ കൂടെ നമുക്ക് കൊടുത്തേക്കാം. സ്കൂൾക്ക് സ്നാക്സ് കൊടുത്തേക്കണമല്ലോ, അപ്പോൾ ഒക്കെ നമുക്കിത് ഉണ്ടാക്കിയിട്ട് നമുക്ക് കൊടുത്തേക്കാം. അതേപോലെ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ നമുക്കിത് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സ്കൂളിട്ട് വന്നേക്ക് നമുക്ക് എടുത്തു കൊടുക്കാം. നല്ലൊരു ഹെൽത്തി ഫുഡും കൂടി ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് മൂടിയിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കാം. നല്ല ഓവറായി കത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന് അടി. ഞാനിതാ ഈത്തപ്പഴം ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് കത്തിച്ച് കൊടുക്കണം. അതായത് ലോ ഫ്ലെയിമിട്ട് കത്തിച്ചാൽ മതി കേട്ടോ. ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ വെന്തിക്കണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇതേപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്കൊന്നങ്ങണ്ട് കുത്തി കൊടുത്ത് നോക്കാം. അപ്പോൾ അത് ഒട്ടി പിടിക്കണില്ല. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നാൽ ആ ചൂടിൽ കിടന്നിട്ട് ഒന്നങ്ങണ്ട് വെട്ടട്ടോ. ഇത് ഞാൻ കുറച്ച് ചൂടിൽ കിടന്നിട്ടുള്ളൂ. ഞാനിത് ഒന്ന് കൊട്ടി നോക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ചൂടോടൊക്കാകുമ്പോൾ ഇത് നമുക്ക് വിട്ട് കിട്ടൂല. കണ്ടില്ലേ, ഇത് പോരുന്നില്ല. ഇനി ഒന്നങ്ങോട്ട് ചൂടാറിയ ശേഷമാണെങ്കിൽ പെട്ടെന്ന് പോരും. ഞാനിതാ രണ്ടാമത്തെ പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ കുറച്ച് ചൂട് കുറവാണ്. അതുകൊണ്ട് എന്നാലും ഒട്ടിപ്പിടിക്കും കേട്ടോ. ചൂട് കുറഞ്ഞതിന് പറ്റേ തണുത്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പ്ലേറ്റിൽ കൊണ്ട് പോരും. അപ്പോൾ ഇത് നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടി കരിയ ഒന്നും ചെയ്തിട്ടില്ല. ഇതാ കണ്ടില്ല, അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പഴുത്ത പഴം ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്കതറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്കൂളിട്ട് വരുന്ന സമയത്തിൽ സ്കൂൾ കൊണ്ടു കൊടുത്തേക്കാർക്ക് സ്നാക്സിനൊക്കെ അടിപൊളി ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് കൊടുത്തയച്ചാൽ മതി സ്കൂൾക്കൊക്കെ. കണ്ടില്ലേ, അടിപൊളിയുടെ അടിയൊന്നും കരിയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അസ്സലാമു അലൈക്കും.